ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എഗ്ഗ് ചേർത്തിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേക്കിന് ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ഒന്ന് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബട്ടർ മിൽക്ക് ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റൂം ടെമ്പറേച്ചർ മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചർ മിൽക്ക് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വിനീഗർ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാലിലേക്ക് വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് മാറ്റി വെക്കാം. 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടും. ബട്ടർ മിൽക്ക് റെഡിയാകുന്ന സമയം കൊണ്ട് പഞ്ചസാര ഒഴികെ ബാക്കി എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഇതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ മെഷറിംഗ് കപ്പിന് അളന്നെടുത്തതാണ്. എപ്പോഴും കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അളവ് കറക്റ്റായിരിക്കണം. എന്നാൽ മാത്രമേ നല്ല കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് സാൾട്ടും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. മൈദയും കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അരിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് വലിയ തരിയുള്ളതാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലിലേക്ക് വിനീഗർ ചേർത്താൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ബട്ടർ മിൽക്ക് റെഡിയായി കിട്ടും. പാൽ ഇതുപോലെ ഒന്ന് പിരിഞ്ഞതുപോലെയാണ് ആയി വരിക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. ഒരു 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് കളർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കേക്കിന് നല്ലൊരു കളർ വേണം. അതിനനുസരിച്ചിട്ട് കളർ ചേർത്ത് കൊടുക്കുക. ബട്ടർ മിൽക്കിലേക്ക് കളറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കളർ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. ബട്ടർ മിൽക്ക് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഒന്നിക്കിൽ ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1-2 മിനിറ്റോളം ബീറ്റ് ചെയ്താൽ മതി. ഒരുപാട് ടൈം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഈ സൈഡിലായതൊക്കെ ഇതുപോലെ ഇതിലേക്ക് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. വിനീഗറും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ബട്ടർ തടവിയതിന് ശേഷം അടിഭാഗത്ത് മാത്രം ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ മുഴുവൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റായ ഓവനിലേക്ക് ഒരു 45 മിനിറ്റാണ് ഇത് ബേക്ക് ആവാനായിട്ട് ടൈം എടുക്കുക. ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നോക്കുക. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റോ വെച്ച് കൊടുത്താൽ മതി. പാത്രത്തിലാണ് നിങ്ങൾ ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഇതേപോലത്തെ 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയതിന് ശേഷം 45-50 മിനിറ്റ് കൊണ്ട് പാത്രത്തിൽ ഇത് റെഡിയായി കിട്ടും. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം.
കേക്ക് 45 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ബേക്കായിട്ടുണ്ട്. 40 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് നോക്കിയിരുന്നു, അപ്പോൾ ശരിക്കും ആയിട്ടില്ല. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ വെച്ചിട്ട് ഒരു 45 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്കാവാനായിട്ട് ടൈം എടുത്തത്. ഇതുപോലെ ഒരു സ്റ്റിക്ക് കൊണ്ട് നടുവിലായിട്ടൊന്ന് കുത്തി നോക്കുക. ഇങ്ങനെ കുത്തി നോക്കുന്ന സമയത്ത് ഇതിപ്പോൾ ക്ലിയർ ആണ്. ക്ലിയർ അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് അധികം വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തണിയാനായിട്ട് മാറ്റി വെക്കുക. ഒരു 5-10 മിനിറ്റൊക്കെ ആകുമ്പോൾ കേക്ക് ടിന്നിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കുക. കേക്ക് നമ്മൾ ഓവനിൽ നിന്ന് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. കേക്ക് ഇപ്പം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് ചേർക്കാനുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കേക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു കേക്കിന് ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. റെഡ് വെൽവെറ്റ് കേക്കിന് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആയിരിക്കും നല്ല ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ചീസ് തന്നെ എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ചത് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർക്കണ്ട, കുറച്ച് കുറച്ച് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ക്രീം ചീസും പഞ്ചസാരയും കൂടി ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീമും കൂടെ ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇതും കൂടെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അങ്ങനെ ചെയ്താലായിരിക്കും കൂടുതൽ ടേസ്റ്റ് നമ്മളെ ക്രീമിന്. മറ്റൊരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ കേക്കിന് ചെയ്യുന്ന ഡെക്കറേഷന് ഈ 1 കപ്പ് വിപ്പിംഗ് ക്രീമും 150 ഗ്രാം ക്രീം ചീസും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഷുഗർ ചേർന്ന വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഷുഗറൊന്നും ചേർക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 1/2 കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ട് വേണം ഇത് ബീറ്റ് ചെയ്യാൻ. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച ക്രീം ചീസ് ചേർത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ ബീറ്റ് ചെയ്ത ക്രീം ചീസ് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ബീറ്റ് ചെയ്ത് എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീമിലേക്ക് ക്രീം ചീസ് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എല്ലാം കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ടൈം ബീറ്റ് ചെയ്യരുത്, പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് അതിലേക്ക് ഈ ക്രീമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിന്നായിട്ട് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല കറക്റ്റായി വന്ന കേക്കാണ്. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കേക്ക് നിങ്ങൾക്ക് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. ഞാനൊരു 3 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. കേക്ക് ഞാനിവിടെ ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി കേക്കിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിലായിട്ട് ഞാനൊരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് അല്പം ക്രീമാക്കി കൊടുക്കാം. കട്ട് ചെയ്തെടുത്ത ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ മുകൾ ഭാഗമാണ് അടിയിലേക്ക് ആക്കുന്നത്. ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ പാലോ ആക്കി കൊടുക്കാവുന്നതാണ്. ഷുഗർ സിറപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ആക്കി കൊടുക്കാം. ഞാനിവിടെ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലൊരു നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ ക്രീം മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുഴുവനായിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം.
ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പീസ് കേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ക്രീം ആക്കി കൊടുക്കാം. മൂന്നാമത്തെ പീസ് കേക്കും വെച്ച് കൊടുക്കാം. ഇതിലും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. മുകളിലും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ആക്കി കൊടുക്കാം. കേക്ക് മുഴുവനും ക്രീം കൊണ്ട് ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. സൈഡിലൊന്നും ക്രീം കൊണ്ട് കവർ ചെയ്യുന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച കേക്ക് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ചെറുതായി ഒന്ന് പൊടിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. കേക്കിലേക്ക് ഞാൻ ഇതുപോലെ കേക്ക് പൊടിച്ചതൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 2-3 ഫ്ലവർ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. ബാക്കിയിലെ ക്രീം കൊണ്ട് ഞാനൊന്ന് ഫ്ലവർ ആക്കുന്നുണ്ട്. ഒരു ഫ്ലവർ ഞാൻ ആക്കിയിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ 3 ഫ്ലവർ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് പൊടിച്ച കേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ മുകളിലായിട്ടും കുറച്ച് കേക്ക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എഗ്ലെസ് റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്